കേരളത്തിനെതിരെ പ്രധാനമന്ത്രി തൃശൂരിൽ നടത്തിയ പ്രസംഗത്തിനെതിരെ വിമർശനവുമായി LDF-ലെയും UDF-ലെയും നേതാക്കൾ രംഗത്ത്. നരേന്ദ്രമോദിക്ക് കേരളത്തിലൂടെ സ്വസ്ഥമായി നടക്കാൻ കഴിയുന്നുവെന്നതാണ് സംസ്ഥാനത്തിന്റെ നേട്ടമെന്ന് മന്ത്രി KN ബാലഗോപാൽ. BJPയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയം നടക്കില്ലെന്ന് VD സതീശനും പറഞ്ഞു. തേക്കിൻകാട് മൈതാനിയിലൂടെ സ്വസ്ഥമായി പ്രധാനമന്ത്രിക്ക് നടക്കാൻ കഴിഞ്ഞു എന്നതുതന്നെ കേരളത്തിന്റെ നേട്ടമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കേരളത്തിൽ വന്ന എവിടെ സ്വസ്ഥമായിട്ട് നടക്കാമല്ലോ. ഇത്രയും ആളുകളുടെ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആ തേക്കൻകാട് മൈതാനത്തിന് നടുക്കൂടി ആയിരക്കണക്കിന് ആളുകൾ അവരുടെ സംഘടിപ്പിച്ചവരുടെ കൂടി സ്വസ്ഥമായി നടക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടമല്ലേ. ഗുസ്തി താരങ്ങളായ സ്ത്രീകൾക്ക് പോലും രാജ്യത്ത് രക്ഷയില്ലെന്നും അവരെ സംരക്ഷിക്കാത്ത പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ വന്ന് സ്ത്രീ സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. അപ്പോൾ സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷിതവും സൗകര്യവും ദേശീയ ബഹുമതി നേടി വന്നിട്ടുള്ള ഗുസ്തി താരങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത നാടായി ഉത്തരപൂർവ്വ ഭാരതത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും മാറുകയാണ്. അതിനൊരു പരിഹാരമോ നിർദ്ദേശമോ പറയാത്ത പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഇത്രയും സൗകര്യങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ഒരു വകുപ്പുണ്ടാക്കി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ വേറെ സംസ്ഥാനത്തോട്ട് പറയട്ടെ. വടക്കുംനാഥന്റെ മണ്ണിൽ വനിതകളുടെ മുന്നിൽ മണിപ്പൂരിലെ ദാരുണമായ സംഭവത്തിൽ മോദി മാപ്പു പറയണമായിരുന്നുവെന്ന് മന്ത്രി K. രാജൻ. വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കാൻ മോദിക്ക് ചങ്കൂറ്റമുണ്ടോയെന്നും മോദിയുടെ ഗ്യാരണ്ടിയെല്ലാം വാക്കുകളിൽ അവസാനിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മണിപ്പൂരിൽ ആൾക്കൂട്ടാക്രമണത്തിനിടയിൽ നഗ്നരായി ഓടിപ്പോയ രണ്ട് സ്ത്രീകൾ ഏതെങ്കിലും രണ്ട് സ്ത്രീകളല്ല, ഏതെങ്കിലും വിഭാഗത്തെ പ്രതിനിധീകരിച്ചവരല്ല. 142 കോടി ഇന്ത്യക്കാരിൽ ഇന്ത്യയിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന 2 പേർ. പ്രധാനമന്ത്രിക്ക് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ, വടക്കുന്നാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ഏറ്റുപറഞ്ഞ് ഒരു മാപ്പെങ്കിലും പറയാമായിരുന്നു. എന്നാൽ 2024 നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ, പാസാക്കാൻ, അത് നടപ്പിലാക്കാൻ നരേന്ദ്രമോദിക്ക് ചങ്കൂറ്റമുണ്ടോ? കേരളത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് തെറ്റിദ്ധാരണയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ BJPയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയം നടക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് അദ്ദേഹത്തിന്. ഒന്നാമത്തെ, കേരളത്തിൽ BJPക്ക് യാതൊരുവിധ പ്രസക്തിയില്ല. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF മുന്നണിയും CPM നേതൃത്വത്തിലുള്ള LDF-ഉം ഏറ്റുമുട്ടുകയാണ്. അവിടെ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയില്ല. മോദി ഗ്യാരണ്ടിയൊന്നും കേരളത്തിൽ നടപ്പില്ലെന്ന് K. മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പദവിക്ക് യോജിക്കാത്തതെന്നും K. മുരളീധരൻ വ്യക്തമാക്കി. അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ. പക്ഷേ കേരളത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന് ഒരു MP പോലും കേരളത്തിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് കേരളം വേസ്റ്റാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.